നമസ്തേ. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു. കഴിഞ്ഞ 3-4 മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു. അതിനുശേഷം വക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു. ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക്, സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 1200 മീനമാസം 20-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 3-ാം തീയതി പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക്, സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം. ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു. അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു. ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു. ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു. മകരം 27 ത്രിനവകം 27 ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിൻ്റ്, അത്യുന്നതമായ പോയിൻ്റ്. അതേ ചൊവ്വ കർക്കിടകം 27 അതിൻ്റെ അതിനീചമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത്. ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. മകേരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം, ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം. ചൊവ്വയെക്കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട 2 ദേവതകളെയാണ്. ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീ രാശിയിൽ, ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും, ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ, സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത്. അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം? ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം. പ്രത്യേകിച്ച് മകേരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മന്ത്രം ചൊല്ലാം. അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം. 9, 18 അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് 9 108 തവണ മന്ത്രങ്ങൾ ചൊല്ലാം. മന്ത്രസംഖ്യ 108 ആകുന്നു. അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച്, ബലത്തിനനുസരിച്ച് 9, 18 തവണ അല്ലെങ്കിൽ 27, 36 തവണ നിങ്ങൾ ചൊല്ലുക. ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിലിരിക്കരുത്. ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗ മാറ്റ് ഇതിലൊക്കെ ഇരുന്നുകൊണ്ട് ചൊല്ലുക. നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം. പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ, കിടക്കുമ്പോൾ മൂലാധാരം വളരെ വീക്കാവുന്നു. അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം വജദ്ഭുവേ നമഃ. പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ, മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി, വാഗ്പതിയായി 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം. മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയുണ്ട്. ചതുരസ്രമാണ്. 4ഉം 8ഉം ചൊവ്വയ്ക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ്, വിശേഷ ദൃഷ്ടിയാണ്. ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി മേടം മുതൽ 12 രാശിക്കാർ, മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം. ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരഭി. തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. പിന്നെയോ സത്വം,
ആ ഇളകാത്ത മനസ്ഥിതി, സ്ഥൈര്യം, മനസ്സിൻ്റെ സ്ഥിരത, ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. പിന്നെയോ ക്ഷിതിരവി, ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ. അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും. ഒരു ഗ്രഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക? നീചഗ്രഹേ അധപ്പതനം. ഗ്രഹം നീചത്തിൽ വരുമ്പോൾ അധപ്പതനം, താഴോട്ട് പതിക്കുന്നു. സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ കാരണം, തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു. ദൈന്യം, ദീനത വരുന്നു. ദുരാചാരം, വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളിലും ചെന്ന് ചേരുന്നു. പേരുദോഷമുണ്ടാകുന്നു. ഋണാപ്തിമാഹുഹു, കടപ്പെട്ടു പോകുന്നു. നീചാശ്രയം, പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. കീകടദേശവാസം, ഒരു സുഖവുമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു. ഭൃത്യത്വം, ദാസനായി പോകുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു. അധ്വാനം, അനർത്ഥകാര്യം, അനർത്ഥങ്ങളുണ്ടാകുന്നു. ധനം നശിക്കുന്നു, മറ്റനർത്ഥങ്ങളും സംഭവിക്കുന്നു. വെറുതെ അധ്വാനം, വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു. ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ചൊവ്വയുടെ കർക്കിടക രാശിയിലുള്ള നീചസ്ഥിതിയും അതെപ്രകാരം ചിങ്ങൻ രാശിക്കാരെ സ്വാധീനിക്കുന്നെന്ന വിഷയമാകുന്നു. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12 എന്ന ഭാവം നാം പലപ്പോഴും ചർച്ച ചെയ്തു. ഒരു നല്ല ഭാവമല്ല. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങൾ അങ്ങേയറ്റം ദോഷപ്പെട്ട ഭാവങ്ങളാണ്. അതിൽ ഏറ്റവും കഷ്ടമാണ് അഷ്ടമം. പിന്നെ മറ്റൊരു ദോഷമുള്ള ഭാവമാണ് 6ാം ഭാവം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഭാവമാകുന്നു 12ാം ഭാവം. അതിനാൽ ദോഷമുള്ള 12ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വന്നാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ടാകും. എന്തൊക്കെയാണ് 12ാം ഭാവം? പാപം, വ്യയം, പതനം, പാപകർമ്മങ്ങൾ, പാപം ചെയ്യുക, ദുർച്ചെലവുകൾ വരിക, പതനം, വീഴ്ച ഉണ്ടാവുക, സ്ഥാനഭ്രംശം, ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം പൊസിഷൻസ്, തൻ്റെ പദവി നഷ്ടപ്പെടുക, ശാരീരികമായ വൈകല്യങ്ങൾ, നിരയം, വാമമമ്പകം, ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, ഇതൊക്കെയാണ് 12ാം ഭാവം കൂടി ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ദോഷമാണ്. അനാവശ്യമായ പാപരതി ഉണ്ടാവുക, പാപവാസനകൾ, കുറ്റവാസനകൾ അറിയാതെ അതിൽ ചെന്ന് പെടുക, പോലീസ് കേസാവുക, ബന്ധനയോഗമാണ് ഉണ്ടാവുക. വളരെ ജാഗ്രത പാലിക്കുക. കാശ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനം നശിച്ചു പോകും, ദുർവ്യയങ്ങൾ വരും. പതിതസ്തുരിഭ എന്നാണ് ചിങ്ങൻ രാശിക്കാർക്ക് 12ൽ സൂര്യനും ചൊവ്വയും ശനിയും വന്നാൽ ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത്. വീഴ്ച വരും. ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലം മറ്റൊന്നാണ്. ശതാക്ഷോഭിതൽ തക്ഷോ ലോഹഘാതേഹി കുയേ ദ്വാദശേ അർത്ഥനാശം കരോതി. 12ൽ ചൊവ്വ വരുമ്പോൾ ലോഹങ്ങൾ മുതലായ കൊണ്ട് അപകടങ്ങളുണ്ടാകും. അർത്ഥനാശം, ധനം നശിച്ചു പോകും. മൃഷ കിംവദന്തി ഭയം ദസ്യുതോവ. കിംവദന്തികളെ, അപഖ്യാതികളെ ഭയപ്പെടണം. ദസ്യുത, കള്ളനിൽ നിന്നും ഉപദ്രവമുണ്ടാകും. കലിഹി, നാശങ്ങളുണ്ടാകും. പാരതി ഹേതു ദുഃഖം, നല്ലൊരു ഫലമല്ല മേൽപ്പറഞ്ഞ ആ വാക്കിനർത്ഥം. മരണസംബന്ധമായ വികാരങ്ങൾ ഉണ്ടാകും. പലപ്പോഴും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് എന്ന ഒരു ചിന്ത വരാം. അതിനാൽ വളരെയധികം ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം. തൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുമ്പോൾ പല രീതിയിലും ദുഃഖകരമായ അസ്വസ്ഥതകളുണ്ടാക്കുന്ന ചിന്തകളെ മനസ്സ് നയിക്കും. അതിനാൽ ഒരു പ്രയാസത്തിലും ചെന്ന് ചാടരുത്. സിംഹൻ രാശിക്കാർ, ചിങ്ങൻ രാശിക്കാർ അഭിമാനികളാണ്. അവർക്ക് മാനം പ്രധാനമാണ്. അപ്പോൾ തൻ്റെ അപമാനം തനിക്ക് നേരിടുമ്പോൾ അത് താങ്ങാനാകില്ല അവർക്ക്.
പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വാതന്ത്ര്യം കുറയുക അത് മരണത്തെക്കാളും ഭയാനകമാണ്, പ്രത്യേകിച്ച് ചിങ്ങൻ രാശിക്കാർക്ക്. സൂര്യനല്ലേ അവരെ ഭരിക്കുന്നത്. ആത്മപ്രഭാവത്തിന് മങ്ങലേൽപ്പിക്കുന്ന വിഷയങ്ങൾ വന്നാൽ അവർ തകർന്നു പോകും. 62 ദിവസം ശ്രദ്ധിച്ച് തന്നെ ചിങ്ങൻ രാശിക്കാർ നീങ്ങണം. ഇവിടെ അഷ്ടമത്തിൽ സൂര്യനുമുണ്ട് ഏപ്രിൽ 14 വരെ. അതിനാൽ ആത്മപ്രഭാവം തന്നെ വ്യക്തിത്വത്തിന് മങ്ങലുണ്ടാക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നിലും ചിങ്ങൻ രാശിക്കാർ പ്രവേശിക്കാതിരിക്കുക. ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ 2 ഭാവങ്ങളിൽ അധിപനാണ്. ഒന്ന് 9ാം ഭാവാധിപനാണ്. പൂർവോപാസിത ദേവകോപം അശുഭം ഭാര്യാതനൂജാപദം ദൗഷ്കൃത്യം സ ഗുരോഹോ പിതുശ്ച നിധനം ദൈന്യം ശുഭേ ദുർബലേ. 9ാം ഭാവാധിപൻ ദുർബലമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പൂർവോപാസിത ദേവകോപം അശുഭം. പൂർവികരുപാസിച്ച് വന്നിരുന്ന ദേവതകളുടെ അശുഭമുണ്ടാകും, കോപമുണ്ടാകും. അതിനാൽ ധർമ്മദൈവ പ്രീതി ചെയ്യണം. നിർബന്ധമായും എല്ലാ ചൊവ്വാഴ്ചകളും ഈ 2 മാസക്കാലം എല്ലാ ചൊവ്വാഴ്ചകളും എവറി ട്യൂസ്ഡേ ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം. അവിടെ വിളക്കും എണ്ണയും തിരിയും സമർപ്പിക്കണം. അവിടുത്തെ വിളക്കിൽ എണ്ണയും തിരിയും സമർപ്പിക്കുക. മനസ്സിരുത്തി ചൊവ്വയെ പ്രാർത്ഥിക്കുക. ഓം മൈം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ. അതിനപ്പുറത്തൊരു മന്ത്രമില്ല. ധാരാളം ഭദ്രകാളി സങ്കേതങ്ങൾ സന്ദർശിക്കേണ്ട സമയമാണ്. അതിനാൽ അത് കൊടുങ്ങല്ലൂരായാലും മലബാറിലെ പ്രധാനപ്പെട്ട ഭദ്രകാളി ക്ഷേത്രങ്ങൾ 8 ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ശ്രീ വളയനാട് കാവ് മുതൽ കോഴിക്കോടുള്ള ക്ഷേത്രം മുതൽ കാസർഗോഡ് ജില്ലയിലെ മന്തംപുറത്ത് കാവ് വരെ സന്ദർശിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കാടാമ്പുഴ ക്ഷേത്രം, മൂക്കുതല ദേവീക്ഷേത്രം. അവിടെ 2 ദേവിയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഭദ്രകാളി വിധനമായ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് കടുംബായസം, രക്തപുഷ്പാഞ്ജലി, കർമ്മദോഷം മാറാൻ, ശത്രുമുട്ട്, കർമ്മമുട്ട്, ആരോഗ്യത്തിന് ദേഹമുട്ട്, ഇതൊക്കെ ചെയ്യുക. നടു ഡിസ്ക്, പാദങ്ങൾക്ക് പരിക്ക് വരിക, വീഴ്ച വരിക, പെട്ടെന്ന് കുഴിയിൽ വീഴുക, ഇതൊക്കെ സംഭവിക്കും. നടുവേദന വരും, കണ്ണിന് അസ്വസ്ഥത പെട്ടെന്ന് വരും. പ്രത്യേകിച്ച് ഇടത്തെ കണ്ണ് പെട്ടെന്ന് കലങ്ങിപ്പോകും. കണ്ണിന് സർജറി വരും. ചൊവ്വ സർജറി നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഷുഗർ അല്ലെങ്കിൽ BP ഉള്ളവർക്ക് കണ്ണ് ബുദ്ബുദാക്ഷ, കണ്ണ് പുറത്തേക്ക് തുറിച്ച് വരും. അച്ഛൻ്റെ കോപം വരും, അച്ഛന് രോഗം വരും. അതിനാൽ അച്ഛനുമായി രമ്യതയിൽ വർത്തിക്കുക. അനാരോഗ്യമുള്ള പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിക്കണം. അദ്ദേഹത്തിൻ്റെ നക്ഷത്രത്തിൽ ഈ 2 മാസക്കാലം ചിങ്ങൻ രാശിക്കാർ. പിന്നീട് ചിങ്ങൻ രാശിക്കാർക്ക് ചൊവ്വ വരുന്നത് 4ാം ഭാവാധിപനാണ്. ചിങ്ങൻ രാശിക്കാർ അമ്മയെ വളരെ സ്നേഹിക്കുന്നവരാണ്, മാതൃവിധേയന്മാരാണ്. ജനനി ജന്മഭൂമിച്ച സ്വർഗാധിപി ഗരീയസി. തൻ്റെ അമ്മയും ജനിച്ച നാടും സ്വർഗത്തെക്കാളും മഹത്തരമായി കൽപ്പിക്കുന്നവരാണ്. 4ാം ഭാവാധിപനായ ഗ്രഹമാണ് ദുർബലമായി 12 നിൽക്കുന്നത്. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും. അമ്മ തിരിഞ്ഞു നിൽക്കും. തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മ ശത്രുസ്ഥാനത്ത് വരും. അമ്മാമന്മാർ വരാം, അനന്തരവന്മാർ വരാം, ഭൂമി വിവാദങ്ങൾ ഉണ്ടാകാം. അമ്മയുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അതിനാൽ ചിങ്ങൻ രാശിക്കാർ മാതാപിതാക്കളുമായി സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കണം. ഒരു തരത്തിലും വീടുപേക്ഷിച്ച് പോകാനോ അവരുടെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇതാണ് പ്രധാനമായും ചിങ്ങൻ രാശിക്കാർ ചെയ്യേണ്ടത്. സർജറിയൊക്കെ വരാം, ശാരീരികമായ അസ്വസ്ഥതകൾ, നടു ഡിസ്ക്, ഉദരത്തിന് ഭാഗമുള്ള പ്രയാസങ്ങളിലൊക്കെ തന്നെ. അതേ രീതിയിൽ കണങ്കാൽ പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം, വീഴരുത്. പരിഹാരങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും ഒരു ശോഭനമായ 63 ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.